നമസ്കാരം. മാലദ്വീപിലെ ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് പകരം സാങ്കേതിക ജീവനക്കാരെ നിയമിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഇന്ത്യൻ സൈനികരെ മാലയിൽ നിന്ന് പിൻവലിക്കണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ALH ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യൻ സംഘത്തെയാണ് മാറ്റിയത്. മാലദ്വീപിലെ ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച് പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കുമെന്ന് അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും മാലദ്വീപും തമ്മിൽ 3 ഉന്നതതല യോഗങ്ങളാണ് ഇതുവരെ നടന്നത്. വ്യോമസേനയുടെ അടിയന്തര സഹായങ്ങൾ മാലദ്വീപിന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രായോഗിക പരിഹാരങ്ങൾ ഇരുകൂട്ടരും ചർച്ച ചെയ്യുകയും ധാരണയിലെത്തുകയും ചെയ്തു. മാലദ്വീപിന്റെ സമുദ്രാതിർത്തി കാക്കുന്ന ഇന്ത്യൻ സൈനികരെ മാലദ്വീപിൽ നിന്ന് ഒഴിവാക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്തെ മുയ്സുവിന്റെ വാഗ്ദാനം. അധികാരത്തിലേറി 2ാമത്തെ ദിവസം തന്നെ ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്ന് മുയ്സു ആവശ്യപ്പെടുകയും ചെയ്തു. ചൈനയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് മുയ്സുവിന്റെ ഇന്ത്യക്കെതിരായ നീക്കം. കഴിഞ്ഞ ആഴ്ച ചൈനയുമായി മാലദ്വീപ് സൈനിക സഹായ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യമെന്നും ചൈന സൈനിക പരിശീലനം നൽകുമെന്നും മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇന്ത്യൻ സൈന്യം ഇനി സാധാരണക്കാരുടെ വേഷത്തിൽ വന്നാൽ പോലും മെയ് 10-ന് ശേഷം മാലദ്വീപിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും മുയ്സു പറഞ്ഞിരുന്നു. ചൈനയിൽ നിന്ന് സൈനിക സഹായ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ സൈനിക ട്രൂപ്പുകൾക്ക് മുയ്സു മുന്നറിയിപ്പ് നൽകിയത്. നേരത്തെ തന്നെ ചൈനയുമായി അടുപ്പം പുലർത്തുകയും ഇന്ത്യ വിരുദ്ധ നടപടികളും മുയ്സുവിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇന്ത്യയുമായുള്ള മാലദ്വീപിന്റെ ബന്ധവും ഏറ്റവും മോശമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു കാരണം. നേരത്തെ ഇന്ത്യയുടെ സിവിലിയൻ ടീം മാലദ്വീപിലെ ഏവിയേഷൻ പ്ലാറ്റ്ഫോമിന്റെ ചുമതല ഏറ്റെടുക്കാനായി എത്തിയിരുന്നു. ഇതും കൂടി സൂചിപ്പിച്ചായിരുന്നു മുയ്സു നിലപാട് അറിയിച്ചത്. അതേസമയം മാർച്ച് 10-നായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള അന്തിമ തീയതി. ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനത്തിൽ എത്തിയിരുന്നു. ഇന്ത്യൻ ട്രൂപ്പുകളെ മാലദ്വീപിൽ നിന്ന് ഒഴിപ്പിച്ചതിൽ തന്റെ സർക്കാരിന്റെ വിജയമാണെന്നാണ് ആളുകൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സൈന്യം ഇവിടെ നിന്ന് പോകുന്നില്ല. അവർ വേഷം മാറി സാധാരണക്കാരെ പോലെ തിരിച്ചു വരികയാണ്. ഇതൊരിക്കലും അംഗീകരിക്കില്ല. ജനങ്ങളിൽ സംശയങ്ങൾ ഇട നൽകുന്നതാണതെന്നും മുയ്സു പറഞ്ഞിരുന്നു. മെയ് 10-ന് ശേഷം മാലദ്വീപിൽ ഇന്ത്യൻ ട്രൂപ്പുകളൊന്നും ഉണ്ടാവില്ല. അത് യൂണിഫോം ധരിച്ചവരാണെങ്കിലും സാധാരണക്കാരുടെ രൂപത്തിലുള്ളവരാണെങ്കിലും ഈ രാജ്യത്ത് പ്രവേശനം ഉണ്ടാവില്ല. ഇന്ത്യൻ സൈന്യം ഈ രാജ്യത്ത് ഒരു വസ്ത്രം ധരിച്ചും ഉണ്ടാവില്ല. അക്കാര്യം ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനുമാണ് താൻ മുൻഗണന നൽകുന്നത്. ദക്ഷിണ സമുദ്ര മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യമിടുന്നത്. ഇക്കാര്യം നമ്മൾ നേടിയെടുക്കുമെന്ന് തനിക്ക് വിശ്വാസമുണ്ട്. ഇത് നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ തുടർന്നാണ് കാര്യങ്ങൾ വൈകുന്നത്. പാർലമെന്റിൽ പോലും ഈ വിഷയം കൊണ്ടുവരാതെയാണ് നമ്മൾ ഇത് നടപ്പാക്കുന്നതെന്നും മുയ്സു പറഞ്ഞിരുന്നു. മാലദ്വീപിൽ 3 ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 88 ഇന്ത്യൻ സൈനികരും. ഇവർ മാലദ്വീപിൽ മാനുഷിക സഹായങ്ങളും പെട്ടെന്നുള്ള ആശുപത്രി സേവനങ്ങൾ അടക്കവും നൽകിയിരുന്നു. എയർലിഫ്റ്റിംഗിനായി ഇവിടെ 2 ഹെലികോപ്റ്ററുകളും ഡോനിയർ വിമാനവും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 2-ന് ഇക്കാര്യത്തിൽ ഉന്നതതല യോഗം ഡൽഹിയിൽ നടന്നിരുന്നു.